Hi friends, BNK Technologies and YouTube channel എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ Canon എന്ന കമ്പനിയുടെ Deskjet മോഡലായ E470 എന്ന പ്രിന്ററിൽ എങ്ങനെ കാർട്രിഡ്ജ് റീപ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ കാർട്രിഡ്ജ് എങ്ങനെ പുതുതായിട്ട് ഇൻസേർട്ട് ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയുന്നു. കൂടെയുള്ള ബെൽ ബട്ടൺ നിൽക്കുകയാണെങ്കിൽ എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ആ വീഡിയോ കാണാം. അപ്പം ഇതാണ് കനോണിൻ്റെ E470 സീരീസ് പ്രിൻ്റർ. ഏകദേശം ഇതേപോലെ തന്നെയാണ് കനോണിൻ്റെ എല്ലാ ഡെസ്ക്ജെറ്റ് സീരീസ് പ്രിൻ്ററിലും കാർട്രിഡ്ജ് ഇൻസേർട്ട് ചെയ്യേണ്ടത്, വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ നമുക്ക് പ്രിൻ്റർ ആദ്യം ഓൺ ചെയ്യണം. പ്രിൻ്റർ ഓൺ കണ്ടീഷനിൽ ഈ പ്രോസസ്സിങ് കാർട്രിഡ്ജ് റീപ്ലേസ് ചെയ്യാൻ അല്ലെങ്കിൽ കാർട്രിഡ്ജ് ഇൻസേർട്ട് ചെയ്യാനേ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം പ്രിൻ്റർ ഒന്ന് ഓൺ ആക്കി വെക്കുക. അപ്പോൾ അതിൻ്റെ ആ ഫസ്റ്റത്തെ ഇനീഷ്യലൈസേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ സ്റ്റഡിയായി നിൽക്കും. ചില കസ്റ്റമർക്ക് ആ ബ്ലാക്ക് കളർ എന്നുള്ള അവിടെ എറർ ഇൻഡിക്കേഷൻ കത്തും. അപ്പോൾ അതേപോലെ കാരേജ് ടോപ്പ് സെക്ഷനിലെ ടോപ്പ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ കാരേജ് മൂവ് ചെയ്ത് ഇതേപോലെ ഈ ലെഫ്റ്റ് സൈഡിൽ വന്ന് നിൽക്കും, ആ ഒരു സ്റ്റിക്കറിൻ്റെ അടുത്ത് വന്ന് നിൽക്കും ആ പൊസിഷനിൽ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കാരേജ് ഏതൊക്കെ, ഇപ്പോൾ സപ്പോസ് ഇതൊരു പുതിയ പ്രിൻ്ററാണ്, അപ്പോൾ ഇതിന് 2 കാരേജും ഇൻസേർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് 2 കാരേജ് ഓരോന്നും എടുത്തിട്ട് കണ്ടില്ലേ, ഈ ലെഫ്റ്റ് സൈഡിൽ ഈ സ്റ്റിക്കറിൻ്റെ കറക്റ്റായിട്ട് ഈ പൊസിഷനിൽ വന്ന് നിൽക്കും. എന്നിട്ട് നമുക്ക് എന്ത് അതിൻ്റേതായ കളർ കോഡുകൾ അതെങ്ങനെയാണെന്നുള്ളത് അതിൻ്റെ താഴെ ഡോറിൻ്റെ അവിടെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. ആ സ്റ്റിക്കർ മേലുണ്ട്, മാറി നമ്മൾ വെക്കരുത്. ബ്ലാക്കിൽ കൊണ്ടുപോയി കളർ ഇൻസേർട്ട് ചെയ്ത് കളറിൽ പോയിട്ട് ബ്ലാക്ക് ഇൻസേർട്ട് ചെയ്യരുത്. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് പ്രസ് ചെയ്താൽ ഒരു ആ ക്ലിക്ക് ചെയ്യുന്ന ക്ലിപ്പ് കൊടുക്കുന്ന സൗണ്ട് ഉണ്ടാവും. ശേഷം നമ്മൾ ഈ ഡോർ ഇതേപോലെ ക്ലോസ് ചെയ്യുക. ഓക്കെ, അങ്ങനെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രിൻ്റർ ഇതേപോലെ പ്രിൻ്ററിൻ്റെ പവർ ലൈറ്റ് ഒന്ന് ഫ്ലാഷ് ചെയ്യാൻ തുടങ്ങും. കാരണം അത് ഇനീഷ്യലൈസേഷൻ ചെയ്യാണ്. ഇനീഷ്യലൈസേഷൻ ചെയ്ത് കുറച്ച് കഴിഞ്ഞ് സ്റ്റഡിയായി നിൽക്കും. അപ്പോൾ ഏകദേശം കറക്റ്റായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ചെയ്യാനുള്ളൂ, വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. പക്ഷേ വെക്കുന്ന സമയം നമ്മൾ കാർട്രിഡ്ജ് റീപ്ലേസ് ചെയ്യുന്ന സമയത്തും ഇൻസേർട്ട് ചെയ്യുന്ന സമയത്തും പ്രിൻ്റർ ഡാമേജ് ആവാത്ത രീതിയിൽ വേണം കാര്യങ്ങൾ ചെയ്യണം. കുറച്ച് കെയർ ചെയ്യുക. അതേപോലെ ഒരിക്കലും പ്രിൻ്റർ ഓഫ് ചെയ്തിട്ട് നമ്മൾ ആ കാരേജ് ഡോറ് തുറന്നിട്ട് ആ നമ്മൾ കാരേജ് ഇൻസേർട്ട് ചെയ്യുന്ന ആ പോർഷൻ ഉണ്ടല്ലോ, ഒരിക്കലും അത് ഫോഴ്സിൽ വലിക്കാനോ നീക്കാനോ ഒന്നും പാടില്ല. പ്രിൻ്റർ ഓൺ ചെയ്തിട്ട് പ്രിൻ്ററിൻ്റെ കമാൻഡ് വഴി തന്നെ കാരേജ് ആ ലെഫ്റ്റ് സൈഡിൽ വന്ന് നിൽക്കേണ്ട രീതിയിൽ തന്നെ ചെയ്യണം. ഓക്കെ, അല്ലാതെ നമ്മൾ ഫിസിക്കലായിട്ട് ഫോഴ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മോട്ടറിന് മറ്റേ ബോർഡിനും കാര്യങ്ങളൊക്കെ സെൻസേഴ്സിനൊക്കെ കംപ്ലയിൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അതെല്ലാവരും ശ്രദ്ധിക്കണം. അപ്പോൾ ഓക്കെ, പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും കാരേജ് റീഫില്ല് ചെയ്യരുത്. പ്രത്യേകിച്ച് പുതിയ പ്രിൻ്ററിലൊന്നും കാരേജ് റീഫില്ല് ചെയ്താണ്ട് ഉപയോഗിക്കാനുള്ള ഒരു കമാൻഡ് ഇല്ല. എല്ലാം കാരേജ് എംറ്റി എന്ന് വന്നു കഴിഞ്ഞാൽ അത് റീപ്ലേസ് ചെയ്യാനുള്ള കമാൻഡാണുള്ളത്. അതേ രീതിയിലാണ് കമ്പനി ഉണ്ടാക്കിയിട്ടുള്ളതും. റീഫില്ല് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വാറണ്ടിക്കെല്ലാം പ്രശ്നം വരും, ബോർഡിന് കംപ്ലയിൻറ്റ് വരും. അപ്പോൾ അതെല്ലാം ശ്രദ്ധിച്ച് ഉപയോഗിക്കുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്കും കമൻറ്റും ചെയ്യണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും സപ്പോർട്ട് തരുന്നതാണ്. ഓക്കെ, ബൈ.